ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കാറിൽ അത്യാവശ്യം വേണ്ട ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് ഡാഷ് ക്യാം. കാരണം പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ നമുക്ക് രക്ഷയ്ക്കെത്തുന്നത് ചിലപ്പോൾ ഡാഷ് ക്യാം ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഹീറോ ഗ്രൂപ്പിൻ്റെ ക്യൂബോ സ്മാർട്ട് ഡാഷ് ക്യാം പ്രോ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാഷ് ക്യാമാണ് ഞാൻ കാറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് ഡാഷ് ക്യാം പ്രോ എക്സ് ക്യൂബോ, ഇത് ഹീറോ ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്കാൻ ചെയ്യാനായിട്ടുള്ളൊരു കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കാറിൽ ചാർജ് ചെയ്യാനായിട്ടുള്ള സംഭവമാണത്. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഇതാണ് ക്യാമറ. ഇത് ചില്ലിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റും, നമ്മുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഒട്ടിരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇത് ക്യാമറ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിള്. പിന്നെ ഇത് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് ഒരു സ്പെയർ ആയിട്ടുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഒരെണ്ണം ചീത്തായി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ. ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഡാഷ് ക്യാം അതിൽ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് കാറിൽ ഫിക്സ് ചെയ്തിരുന്നോളും. ഈ ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് മാത്രം ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിലുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് വേണം അഴിക്കാനും ഓപ്പൺ ചെയ്യാനും. ഇനി നമുക്ക് കാറിൽ ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കാറിൻ്റെ വിൻഡ്ഷീൽഡ് നല്ല രീതിയിൽ ഒന്ന് തുടക്കിയ ഒരു മൈക്രോ ഫൈബർ ഉപയോഗിച്ചിട്ട് എവിടെയാണോ നമ്മൾ ഡാഷ് ക്യാം ഫിക്സ് ചെയ്യാൻ പോകുന്നത് ആ ഭാഗത്ത് നമ്മൾ ആദ്യം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ, നമുക്ക് തന്നിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ കറക്റ്റായിട്ട് അതവിടെ ഒട്ടിക്കുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഡാഷ് ക്യാം ഫിക്സ് ചെയ്യുന്നതെങ്കിൽ വേറെ ഭാഗത്തേക്ക് മാറ്റാനായിട്ട് ഈ സ്റ്റാറ്റിക് സ്റ്റിക്കർ മാത്രം ഊരിയെടുത്താൽ അതിൻ്റെ കൂടെ ആ ഡാഷ് ക്യാമും കൂടി എടുത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഡബിൾ സൈഡ് സ്റ്റിക്കർ വലിച്ച് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളത് ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിക്കുന്നു. അതിനുശേഷം കറക്റ്റ് പൊസിഷനിൽ നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഡാഷ് ക്യാം അവിടെ ഫിക്സ് ചെയ്യണം. നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കാഴ്ചയിൽ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഫിക്സ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഡാഷ് ക്യാമിൻ്റെ ആ ഡബിൾ സൈഡ് സ്റ്റിക്കർ മാറ്റി അത് ഒട്ടിക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറിൽ ഈ ഡാഷ് ക്യാം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് ഒട്ടിക്കുമ്പോൾ. ഇനി നമ്മൾ ഈ ഡാഷ് ക്യാമിനൊപ്പം തന്നിരിക്കുന്ന പവർ കേബിള്, നമ്മുടെ അതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ചാർജർ കാറിൻ്റെ സോക്കറ്റിലേക്ക് 12 വോൾട്ട് ചാർജർ കാറിൻ്റെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ പവർ കേബിള് ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണാനായിട്ട് വെറുതെ നേരിട്ട് ഇതിലേക്ക് കുത്തുകയാണ്. നമുക്കിത് ഹൈഡ് ചെയ്ത് മുകളിൽ കൂടെ ഇങ്ങനെ എടുത്ത് നമ്മുടെ ഡാഷ് ബോക്സിൻ്റെ അടിയിൽ കൂടെ ഇതിങ്ങനെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കുത്താവുന്നതാണ്. അതിനാണ് നമുക്ക് അതിനകത്തൊരു അത് ചെയ്യാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം നേരിട്ടിങ്ങനെ കുത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ വയറിങ്ങനെ തൂങ്ങിക്കിടക്കും എന്ന് മാത്രം. ഇനി ഇതിനൊപ്പം നമുക്ക് ഇത് വീഡിയോ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി കാർഡ്, ഞാൻ സാംസങ്ങിൻ്റെ ഒരു മെമ്മറി കാർഡ് ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്തൊരു മെമ്മറി കാർഡാണ് ഇട്ടിരിക്കുന്നത്. നല്ല മെമ്മറി കാർഡ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൂടാവുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ ക്യൂബോ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് വളരെ സിമ്പിളാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള പെർമിഷൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ക്യൂബോ തന്നെ തന്നിട്ടുള്ള ഡിഫോൾട്ടായിട്ടുള്ളൊരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം, മൊബൈലിൻ്റെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം.
അതിനുശേഷം നമ്മൾ ഇതിൽ നമ്മുടെ ഏത് മോഡലാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വൈഫൈ പാസ്വേഡും വൈഫൈൻ്റെ നെയിമും കൊടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ക്യാം നമ്മുടെ മൊബൈലായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ട് ഓപ്പൺ ആയി ലൈവായിട്ട് ഈ ക്യാമറയിലൂടെ എല്ലാ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് സാമ്പിൾ വീഡിയോസ് കാണാം. ഇത് പകൽ സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ നമ്പറെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രാത്രി കാലത്തെ ദൃശ്യമാണത്. ഈ ക്യാമറയിൽ എനിക്ക് തോന്നിയ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ബാറ്ററി. നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നല്ല ചൂടുള്ള സമയമാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത് 38-39 ഡിഗ്രിയൊക്കെ വരും. പ്രത്യേകിച്ച് കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ കാറിൻ്റെ അകത്തെ ടെമ്പറേച്ചറും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ സൂപ്പർ കപ്പാസിറ്റർ ബാറ്ററിയാണ്. അത് ഹൈ റേഞ്ച് ടെമ്പറേച്ചറിനെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ഡിറ്റാച്ചബിൾ ഡിസൈൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിച്ചു വയ്ക്കാം, ഊരിയെടുത്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലെൻസും ക്യാമറയെല്ലാം. പിന്നെ ഇതിൽ 1 TB വരെ കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈം ലാപ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നല്ലൊരു നൈറ്റ് വിഷനാണ്. പിന്നെ റെക്കോർഡിംഗ് ഓൺ ഡിമാൻഡ് ഉണ്ട്. പിന്നെ ഒരു വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ്. പ്രത്യേകിച്ച് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വീഡിയോസ് എല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ഈ ഡാഷ് ക്യാമിൻ്റെ മൈക്കിലൂടെയുള്ള വോയിസ് ആണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, അറിയപ്പെടുന്ന ഹീറോ ഗ്രൂപ്പിൻ്റെ കൂടെയാണ്, നല്ലൊരു ബഡ്ജറ്റ് ഡാഷ് ക്യാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്.